ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൊറർ മോഡ്. നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹൊറർ മോഡായിട്ടാണ്. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു മോഡ്. അതാണ് ഈ മോഡ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. അതാണ് മോഡ്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കൂടെ കളിക്കാൻ ആരുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, നമുക്ക് ഒരുമിച്ച് കളിക്കണം. അതായത് ഈ മോഡുടെ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി വേണ്ടത്, എന്നടുത്ത് പറയാനുള്ളത്, എൻ്റെ മൊബൈലിൽ നിന്ന് ഇറങ്ങിയ ഒരു ലോയിൻ്റെ മൊബൈലപ്പോൾ. കാരണം എൻ്റെ ഡാഡി കുളിന് ചെറുതായിട്ടൊന്ന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. മൊബൈൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം മൊബൈൽ അടിച്ചു പോയതുകൊണ്ട് എൻ്റെ മൊബൈൽ എടുത്ത് കൊടുക്കേണ്ടി വന്നു. ഡാഡിക്ക് ചെറിയതായിട്ട് ഈ ഇതിൻ്റെ കാര്യം, ജോലിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് മൊബൈൽ ആവശ്യം വരുമ്പോൾ എൻ്റെ മൊബൈലെടുത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് വെറും 2 GB റാമിൻ്റെ മൊബൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ ഇത് എത്ര ലോയിൻ്റ് ആണ്. അപ്പോൾ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ എന്നെ കഴിയാവുന്ന രീതിയിൽ പുതിയ മൊബൈൽ എന്തായാലും എടുക്കാമെന്നുണ്ട്. ഓണത്തിനായിരിക്കും എടുക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ചെറിയ ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ഞങ്ങളൊരു മിഡിലായിട്ടുള്ള ഒരു വീടാണ്. മിഡിൽ എന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ലോയലായിട്ടുള്ളൊരു ലോ റാങ്കിൽ കിടക്കണ ഒരു വീടാണ് എൻ്റെ വീട്. അപ്പോൾ അത്രയും വലിയ റിച്ചും അല്ല ഒന്നുമല്ല, പൈസയില്ല. അതുകൊണ്ട് എനിക്ക് പുതിയ മൊബൈൽ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പുതിയ മൊബൈൽ എടുക്കണം, അതാണ് എയിം. നല്ലൊരു മൊബൈൽ എടുത്തിരുന്ന ലൈവ് ഒക്കെ ഇട്ടിട്ട്, പിന്നെ 500 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് റിവ്യൂ നടത്തും. അത്രയൊക്കെയുള്ളൂ. ബാക്കി ഞാൻ എല്ലാ ടൂൾസും ആയിട്ട് നിങ്ങളിങ്ങനെ അറിയിക്കാം. അതാ ബെറ്റർ. അല്ല, കുറച്ചും കൂടി ഷോ കളക്ട് ചെയ്യാം. ഇനി എന്തിനാ വെറുതെ, എന്തായാലും നമ്മൾ മറ്റേ ഇതിൻ്റെ ചാവാൻ പോണതാ. കുറച്ചും കൂടി ഇതിരി നോട്ടെ. അതെ ഇതാണ് ആ ഫോട്ടോ കേട്ടോ. വേണ്ട, അതിൻ്റെ ഫോട്ടോ. അപ്പോൾ എന്തോ ബൈനറി കോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. 0101 എന്നിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ. ആകെ 20 കൊബിൾ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കിയിട്ട് ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. വല്ല വില്ലേജ് കിട്ടിയാലായി. ഫസ്റ്റ് തന്നെ ഒരു സോഡ്, പിന്നെ ഒരു ആക്സ്, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ കുറച്ചും കൂടി വേണം സ്റ്റിക്ക്, എന്നിട്ട് ഷവർ, എന്നിട്ട് ഇൻവെൻറ്ററി സോർട്ടാക്കണം. ഇൻവെൻറ്ററി സോർട്ടായി കിടന്നില്ലെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല. അതൊരു പ്രത്യേക സുഖം ഇൻവെൻറ്ററി സോർട്ടാക്കണം. ഓക്കെ, ഇൻവെൻറ്ററി സോർട്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മതി. നമുക്കിങ്ങനെ ചുറ്റും എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ പറയാം. ഗായ്സ്, ഈ കോഴിയുടെ കണ്ണ് നോക്കിയേ, ഇതിൻ്റെ കണ്ണ് നോക്കിയേ. ഞാനത് അടിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഹാർട്ട് പറഞ്ഞത്. ഇത് ചാവണില്ല. അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഗെയിം അതേതേനെ അടിച്ചു. ഞാൻ പോവാ, ബൈ. പിന്നെ ഒരു മോഡ് ഇട്ടുണ്ട്. പൊട്ടറ അതേ പൊട്ടി. കണ്ടില്ലേ, ഇതൊരു മോഡാണ്. ഇതെന്നൊരു സംഭവം എനിക്കറിഞ്ഞൂടാ. ഇവരുടെ കണ്ണ് നോക്കിങ്ങി. എടാ, എന്നിട്ടൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. നമുക്കിവിടെ നിന്നാൽ നമുക്കും ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. എടാ, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ മോബ് ഒന്നുമില്ലേ? ഇത് ഇൻഫെക്റ്റഡ് അല്ല. ചോര തീർക്കണൊക്കെ ഇത് കൊള്ളാട്ടാ. എനിക്ക് അനിമേഷൻ ഇഷ്ടമായി. അപ്പോൾ കുറച്ച് ഫുഡായിട്ടുണ്ട്. എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫുഡ് വേണം. ഈ ചുറ്റും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്തെങ്കിലും നല്ലത് കാണുകയാണെങ്കിൽ അപ്പം അറിയിക്കാം. ഭയങ്കര വലിയൊരു പ്ലെയിൻസ്. ഏതാ നോക്ക്. അതിൻ്റെ ഇടയിലൊരു കൗ. 1 ഹിറ്റ് ഇല്ല, 1 ഹിറ്റിൽ കൊല്ലാൻ പറ്റില്ല. അത് പോയി ചാവും. ഇവനെങ്കിലും എനിക്ക് 1 ഹിറ്റിൽ കൊല്ലണം. ടപ്പേ കൊന്നു 1 ഹിറ്റിൽ വന്നു. നൈറ്റ് ആയി തുടങ്ങി. വേഗം തന്നെ രക്ഷപ്പെടാൻ നോക്കാം. എന്താ അയ്യോ എടോ ചത്രച്ചേ കീപ്പിന് വേണ്ടി ഓണാക്കിടാൻ മറന്നും പോയി. കഷ്ടകാല നിമിഷമാണ് നോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ചുവന്ന ചന്ദ്രൻ. ഇവരൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ബ്രൈറ്റും വന്നിട്ടുണ്ട്. എന്തോ വരാനിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇൻഫെക്റ്റഡ് ആണ്. ചുറ്റും എവിടെയോ അവനുണ്ട്. എന്തൊക്കെയൊക്കെയോ വശപശയൊക്കെ ഉണ്ടല്ലോ. അവിടെ എന്തോ ഒരു കണ്ണ് കണ്ടല്ലോ ഞാൻ. ഒരു വെളുത്ത കളറിലൊരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട. ദേക്കണം എടാ, എന്താടാ അത്? അതന്നെ സാധനം. അതെ അത് കുറച്ച് ഡേഞ്ചറാണ്. അതും ബെഡ്റോക്ക് എഡിഷനിൽ ഏറ്റവും പവർഫുൾ മോബാണ് അത്.
അതിന് പതിയെ അടിക്കണം വുഡ്. അയ്യോ ഞാൻ മറ്റേ മോഡിട്ട കാര്യം മറന്നു പോയി. ഇത് കഷ്ടകാലം നിമിഷം. ഇത് നിൽക്കണ നോക്കിയത് അതിന് നമുക്ക് ഒരു ഹിറ്റെങ്കിലും കൊടുക്കാം. റീസ്പോൺ സെറ്റ് ചെയ്യാം ആദ്യം തന്നെ. ഈ കിടക്കണം നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യണം. അത് മതി. കിടന്ന് നമ്മൾ വരുന്നത്. എടാ അതിൻ്റെ കൂട്ടത്തിൽ സോംബിയും വരണേ. എന്തുവാടെ ഒന്നും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് വരണേ. എടാ ആദ്യം ഏതെങ്കിലും ഒരു എനിമി അല്ലാണ്ട് എല്ലാം ഒരുമിച്ച് വരല്ലേ. അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ചാവും. ഈ അടിക്കടി എടാ എന്തു അടയന്മാരെ പിടിച്ചു നിർത്താനും പറ്റി. അതിൻ്റെ കൂട്ടത്തിൽ ഈ സോംബി തേങ്ങ കൊല ചാവും. എൻ്റെ സോഡ് കൊടുത്തു. ഇവനും കൂടെ കൊന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. എടാ കൊക്ക ഓടി കൊക്ക. ചുവന്ന സൂര്യൻ കാണുമ്പോൾ പേടിയാണ്. അത്രയുള്ളൂ. അങ്ങനെ 3 തീർത്തുണ്ട്. നമുക്കിങ്ങനെ വീണ്ടും ആ മോബിനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ മേ ബി കണ്ടാലോ. മോബിനെ കണ്ടുപിടിക്കാൻ നോക്കാം പരമാവധി. ഓക്കെ നമ്മൾ കീപ്പ് ഇൻവെൻറ്ററി ഒന്ന് ഓണാക്കിയിടാകുമ്പോൾ ഇത് അപ്പോൾ ഒരു ലെതർ ആർമർ ഇട്ടിട്ട് ഒരു സോപ്പ് വരുന്നു. എന്താ പറയുക, നമ്മൾ അടിക്കാറ ഒരു അടി പോലും ഇങ്ങനെ കൊള്ളിക്കും. ഒരു അടിയെങ്കിലും കണ്ടില്ലേ, ഒരു അടി പോലും എന്നെ കൊള്ളിക്കാനില്ല. പിന്നൊക്കെ നിങ്ങൾ എന്ത് സോംബികളുടെ വംശത്തിന് അപമാനം. സ്പൈഡർ കൊന്നു നോക്കിയാലോ, കഴപ്പാവില്ല ശരാ. അടി നല്ല ഗ്രിപ്പ് പൊട്ടിത്തെറിച്ചു. ഏതാ സമാധാനം. കുറേ നേരം വെയിറ്റ് ചെയ്തു. അവൻ വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവിൽ കയറിയിട്ട് അവനെ അങ്ങനെ കൊല്ലാൻ പോവാണ്. ക്രിയേറ്റീവിൽ കയറിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ കാണാനില്ല. അവനെ കുറേ നേരം നോക്കി, അവൻ കാണാനില്ല. അവിടെ ചുറ്റും എക്സ്പ്ലോർ ചെയ്തു. ലാസ്റ്റ് ഈ ബയോമിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്പോണാക്കിയിട്ട് നോക്കാം. എന്തിട്ടുണ്ടായി? എടാ ഇതാണ് ഇവൻ്റെ റിയൽ ഫേസ്. ഇവൻ പകലത്ത് വരില്ല എന്ന് പറഞ്ഞത്. ഓ ഇവൻ പകലത്ത് വരില്ലടോ, നൈറ്റിലേ വരുള്ളൂ. നല്ല പിങ് ഗായ്സ്. ഇതാണ് ഇവൻ്റെ റിയൽ ഫേസ്. ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ അടി വെച്ച് നോക്കാം. ഇതാണ് ഇവൻ്റെ റിയൽ ഫേസ്. ഇവൻ ടെലിപ്പോർട്ടായി പോകണം ഇങ്ങോട്ടും. ഈ വെള്ളവും അലർജി ആണോ? കുളിക്കാനും തേക്കാത്ത ആളാണോ നമ്മളെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിതിൻ്റെ നല്ലൊരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യും. കൂടെ കളിക്കാൻ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റ ഒന്ന് മെസ്സേജ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റയിലെ പേര് RDXMC God എന്നാണ്. ഞാൻ ഇൻസ്റ്റയിൽ അത്രയും ഫോളോവേഴ്സ് ഒന്നുള്ള യൂട്യൂബ് ഇതൊന്നുമല്ല, എന്നാലും ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. എനിക്കില്ല, ഫോളോവേഴ്സ് ഇല്ല ശരിക്കും പറയാം. 35-32 കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ DM മെസ്സേജ് അയക്കുക. എനിക്ക് ബ്രോൻ്റെ കൂടെ കണ്ടൻറ്റ് എടുക്കണം മെസ്സേജ് ഇട്ടാൽ മതി. അതിന് എല്ലാത്തിനും ഉപരിയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടിന് നല്ല ആവശ്യമുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.